ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പറഞ്ഞാൽ തടി കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനും കൊളസ്ട്രോൾ കുറയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. ഇത് നമുക്ക് ഏത് നേരത്തും കഴിക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറായിട്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റാഗി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാഗി നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെച്ച് എന്നിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ പറയുക, റാഗി പൗഡർ വാങ്ങാൻ കിട്ടും. റാഗി പൗഡറൊക്കെ മാർക്കറ്റിൽ നിന്ന് പല രീതിയിലും കിട്ടുന്നുണ്ട് കേട്ടോ. മുളപ്പിച്ച റാഗി പൗഡറും അല്ലാതെ സാധായൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഫ്രഷാണ് പറഞ്ഞിട്ടാണ് വാങ്ങുക. എന്നാലും ഏറ്റവും ഫ്രഷ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അത് അരച്ചെടുത്തതാണിത്. അപ്പോൾ ഈ അരച്ചെടുത്ത പൊടി നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മതി. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതി. ഈ ഒരു റാഗി ഫുഡ് നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും കഴിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു മുടി കൊഴിയണതൊക്കെ ഒരു പരിധി വരെ തടയാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നും കൂടിയാണ് കേട്ടോ ഈ ഒരു ഫുഡ്. പിന്നെ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ള ആൾക്കാർക്കും ഡോക്ടർമാരൊക്കെ പറയുന്നത് ഇതുപോലെ റാഗി കഴിക്കാനാണ്. അപ്പോൾ എന്തായാലും എല്ലാതും കൊണ്ടും നല്ല ഗുണമുള്ള ഒരു ഫുഡാണ് ഈ ഒരു റാഗി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 തവിയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര മതി. അതുകൊണ്ടാണ്, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും ഉപയോഗിക്കാം. പിന്നെ ആ തൊലിയോട് കൂടിയൊന്നും അല്ല കേട്ടോ, ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല അരിച്ചെടുത്തുകൊണ്ട് തന്നെ തൊലിയൊന്നുമില്ല. അപ്പം നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം തിക്കിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഡ്രിങ്കായിട്ട് കുടിക്കാനാണെങ്കിൽ ഒന്നും കൂടെ ലൂസാക്കാം. അപ്പോൾ ഈ വെള്ളം ഇനി നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടണം. തിളച്ച് വരേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ആ വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ റാഗി മിക്സ് ഉണ്ടല്ലോ, അതൊന്നും കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിലൊക്കെ കട്ടിയായിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഈ ഒരു ചൂടായ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും. പിന്നെ എല്ലാം കട്ട പിടിച്ചുകൊണ്ടിരിക്കും. അത്യാവശ്യം നല്ലപോലെ തന്നെ വേവിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുന്നതോടുകൂടി തന്നെ കട്ടിയായി വരും. അപ്പോൾ നമ്മൾ ഓഫാക്കരുത്. അത്യാവശ്യം നല്ലപോലെ വേവിച്ചെടുക്കണം. ഈ റാഗി പ്രത്യേകിച്ച് നല്ല വേവിച്ചെടുത്താലേ ഇതിൻ്റെ ഒരു ഗുണങ്ങൾ മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് ഇത് ചൂടായി വരുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ചൂടായ വെള്ളത്തിലേക്കല്ലേ ഒഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചൂടായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും ചെറുതായി തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഞാനിവിടെ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ രീതിയിലാണ് കേട്ടോ. കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാനാണെച്ചെങ്കിൽ ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ അത്യാവശ്യം നല്ലപോലെ വെന്ത് കുറച്ച് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ്, ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇനി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറുക്ക് പോലെ തയ്യാറാക്കുമ്പോൾ തേങ്ങ നെയ്യോ ചേർത്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, നല്ലൊരു ഗുണം നമുക്ക് കിട്ടുള്ളൂ. തേങ്ങ ചേർക്കുന്നത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണിത് കഴിക്കുന്നത്. മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഗുണമൊക്കെ പോകും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയൊന്നും ഒരിക്കലും ഇതിൽ ആഡ് ചെയ്യരുതേ. ആ തേങ്ങയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉപ്പില്ലാതിരുന്നാൽ നമുക്ക് കഴിക്കാനും പറ്റില്ലല്ലോ. മധുരം നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ആക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിത് സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്, എങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് കേട്ടോ. നമ്മൾ ആഴ്ചയിൽ 3 തവണയെങ്കിലും ഇത് കുടിക്കണം. അപ്പോഴുള്ളൂ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റാഗിയിലുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ഈത്തപ്പഴം ചെറുതായി മുറിച്ചതാണ്. ഈത്തപ്പഴമൊക്കെ ചേർത്ത് ചെറിയൊരു മധുരം ഉണ്ടാവും. പിന്നെ ഈ ഒരു ഈത്തപ്പഴം ഇതിൻ്റെ ആ ചൂടിൽ കടന്നിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ.
ഈത്തപ്പഴം ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഹെൽത്തി ആവും. പക്ഷേ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഈത്തപ്പഴം ചേർക്കരുതേ, മധുരമല്ലേ. ഇതിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ ചേർക്കാം. അപ്പോഴൊക്കെ ഒന്നും കൂടി ഒന്ന് ഹെൽത്തി ആകും. ഇത് നമ്മൾ ആഴ്ചയിൽ 3 തവണ കഴിക്കാമെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാറ്റം കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.